ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിസിനസ് എന്താണ് എന്നാണ് പഠിച്ചത്. ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കൊമേഴ്സ് എന്താണ് എന്നാണ് പഠിക്കുന്നത്. കൊമേഴ്സ് ഇൻക്ലൂഡ് ട്രേഡ് ആൻഡ് ഓക്സിലിയറീസ് ടു ട്രേഡ്. കൊമേഴ്സ് എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കോൾഡ് ട്രേഡ്. സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ആ പ്രവർത്തനത്തിനെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. ദെൻ ഈ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ മറ്റ് ധാരാളം ആക്ടിവിറ്റീസ് ആവശ്യമാണ്. ഓക്കെ, സോ the activities which facilitate this purchase and sale of goods are called services, or it is also called auxiliaries to trade. ട്രാൻസ്പോർട്ടേഷൻ ഒരു സർവീസാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരുന്നത്? ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്ലേസിലാണ്, കൺസ്യൂമേഴ്സ് മറ്റൊരു പ്ലേസിലാണ്. അപ്പോൾ ഫ്രം ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ഗുഡ്സ് are to be transported to the place of consumption. Okay, so transportation helps in such exchange of goods. Then auxiliaries to trade therefore include transportation, banking, insurance, communication, advertisement, packaging and warehousing. So commerce include trade and auxiliaries to trade. Then the process of exchange of goods involve some hindrances. അതായത് ഈ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സിന് ചില തടസ്സങ്ങൾ ഉണ്ട്. എന്തായിരിക്കും തടസ്സങ്ങൾ? ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് പ്ലേസാണ്. കൺസ്യൂമേഴ്സിൻ്റെ വീട്ടിൽ പോയോ അല്ലെങ്കിൽ കൺസ്യൂമർ ഇരിക്കുന്ന സ്ഥലത്ത് പോയോ അല്ല ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇല്ലേ, നമ്മൾ വാങ്ങുന്ന പേന, പെൻസിൽ, നോട്ട്ബുക്ക് ഇതൊന്നും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലോ വന്ന് നിർമ്മിക്കുന്നതല്ല. ഇതേതോ സ്ഥലത്ത് നിർമ്മിക്കുന്നു, അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസ് എന്ന ഒരു ഹിൻഡ്രൻസിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്തു? With the help of transportation. So there are many other hindrances. So the activities involving the removal of hindrances in the process of exchange are called commerce. Commerce എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് നമ്മൾ auxiliaries to trade എന്ന് പറയുന്നത്. Okay, these are all activities involving the removal of hindrances in the process of exchange are included in commerce. These hindrances may be in respect of persons, place, time, risk, finance, etc. Then next term you have to study is Make in India. ഈ ചിത്രം നിങ്ങൾ പരിചയം കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, മേക്ക് ഇൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെപ്റ്റംബർ 25, 2014 മേക്ക് ഇൻ ഇന്ത്യ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇന്ത്യയിൽ നിർമ്മിക്കുക. നമ്മൾ ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വാങ്ങുകയാണ്. നമ്മൾ കളിപ്പാട്ടം പോലും വാങ്ങുന്നത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നു, ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു, നമ്മളത് വാങ്ങുന്നു. അപ്പോൾ ഇതിന് പകരം എല്ലാ ഉൽപ്പന്നങ്ങളും പരമാവധി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു ഇനീഷ്യേറ്റീവാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. This initiative is introduced to encourage national as well as multinational companies to manufacture their products in India. നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള കമ്പനികളും അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളുമൊക്കെ ഇന്ത്യയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. The major objective behind Make in India initiative are job creation and skill enhancement. തൊഴിലവസരങ്ങൾ ധാരാളമായി ക്രിയേറ്റ് ചെയ്യുക,
അതുപോലെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഈ 2 പർപ്പസാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സ്റ്റഡി ട്രേഡ്. കൊമേഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്സ് ഇൻക്ലൂഡ് ട്രേഡ് ആൻഡ് ഓക്സിലിയറീസ് ടു ട്രേഡ്. അതിലാദ്യത്തെ ടേമാണ് ട്രേഡ്. ട്രേഡ് എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. എന്താണ് ട്രേഡ്? ട്രേഡ് റെഫേഴ്സ് ടു സെയിൽ ഓർ ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. സെയിൽ ഓർ ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് goods are called trade. Then it helps in making the goods produced available to consumers. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് കൺസ്യൂമേഴ്സിന് ലഭ്യമാക്കുന്ന ഒരു സേവനമാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്: ഇൻറ്റേർണൽ ട്രേഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത് ഇഫ് ദ ട്രേഡ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് എ നേഷൻ, സച്ച് ട്രേഡ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ ട്രേഡ്. ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ നടക്കുന്ന ട്രേഡിനെയാണ് ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഷോപ്പുകൾ, സ്ഥാപനങ്ങളൊക്കെ ഇൻറ്റേർണൽ ട്രേഡിൻ്റെ എക്സാമ്പിൾസാണ്. കാരണം അവർ ഇവിടെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെയാണ് വിൽക്കുന്നത്. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ലൊക്കേറ്റഡ് within the geographical boundary of one nation. Second is external trade. In the external trade means it is a trade taking place across national frontiers. Okay, trade take place across national boundaries. രാജ്യത്തിൻ്റെ ബൗണ്ടറീസിന് പുറത്ത്. or buyers and sellers are located in 2 different nations. 2 വ്യത്യസ്ത രാജ്യക്കാരാണ്. ഇത്തരത്തിലുള്ള ട്രേഡിനെ നമ്മൾ എക്സ്റ്റേണൽ ട്രേഡ് എന്നാണ് പറയുക. നെക്സ്റ്റ് ഈസ് ഓക്സിലിയറീസ് ടു ട്രേഡ്. ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പിന്നിൽ മറ്റ് ചില സേവനങ്ങൾ ആവശ്യമാണ്. ഓക്കെ, സാധനങ്ങൾ, the process of exchange of goods and services that necessitates the assistance of many other activities, and these activities are called auxiliaries to trade. These activities are also called services: transportation and communication, banking, insurance, warehousing, advertising are the auxiliaries to trade. Take the first one, transportation. The removal of hindrance of place is facilitated through transport. So transport facilitates the movement of raw material and finished goods. Raw materials പ്രൊഡ്യൂസേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് നിർമ്മിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് കൺസ്യൂമേഴ്സിൻ്റെ പ്ലേസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതും ഈ ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. അത് റോഡ് ട്രാൻസ്പോർട്ടാകാം, റെയിൽ ട്രാൻസ്പോർട്ടാകാം, എയർ ട്രാൻസ്പോർട്ടാകാം, ഓർ വാട്ടർ ട്രാൻസ്പോർട്ടാകാം, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടാകാം. ഓക്കെ, ഏത് വഴിക്കും പ്ലേസ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ആ ഗുഡ്സിനെ കൺസ്യൂമറുടെ ഭവനങ്ങളിൽ എത്തിക്കുന്ന പ്രോസസ്സിനെ, ആ സേവനത്തിനെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം. Then communication helps in exchange of information between producers, traders and consumers. Next, banking and finance. Banking helps business to overcome the problem of finance. ബിസിനസ്സുകളുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കിങ്, അല്ലെങ്കിൽ ഒരു സേവനമാണ് ബാങ്കിങ്. Commercial banks lend money by providing overdraft, cash credit facilities, loans and advances. Commercial banks ബിസിനസ്സുകൾക്ക് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കും, ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് വിൽ ബി പ്രൊവൈഡഡ് ടു ബിസിനസ്സസ്. അതുപോലെ തന്നെ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സേവനമാണ് കളക്ഷൻ ഓഫ് ചെക്സ്, റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ 2 പേര് തമ്മിൽ ഫണ്ട് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ഓക്കെ, ദീസ് ആർ ഓൾ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ബാങ്കിങ്.
നെക്സ്റ്റ് ഈസ് ഇൻഷുറൻസ്. ബിസിനസ്സസ് ഇൻവോൾവ് റിസ്ക്സ്. എല്ലാ ബിസിനസ്സിലും ഉള്ള ഇന്നൊവേറ്റബിളായ ഒരു ഫാക്റ്റാണ് റിസ്ക്. ഇൻഷുറൻസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് റിസ്ക്സ്. എല്ലാ തരത്തിലുള്ള റിസ്കിനെതിരെയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സേവനമാണ് ഇൻഷുറൻസ്. ഓൺ പേയ്മെൻറ്റ് ഓഫ് എ നോമിനൽ പ്രീമിയം. ചെറിയൊരു പ്രീമിയം അടച്ചാൽ ദി എമൗണ്ട് ഓഫ് ലോസ് ഓർ കോമ്പൻസേഷൻ ഫോർ ഇഞ്ചുറി ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദി ഇൻഷുറൻസ് കമ്പനി. ചെറിയൊരു പ്രീമിയം അടച്ചാൽ നമുക്ക് ഒരു തീപിടുത്തം മൂലമോ മോഷണം മൂലമോ ഏതെങ്കിലും കാരണവശാൽ ഒരു ആക്സിഡൻറ്റ് മൂലമോ ഒക്കെ സംഭവിക്കുന്ന നഷ്ടങ്ങൾ നികത്തി കിട്ടും. അതുപോലെ അതിനുള്ള നഷ്ടപരിഹാരം നമുക്ക് ലഭിക്കുന്ന തരുന്ന ഒരു സേവനമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വെയർ ഹൗസിംഗ്. ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് കൺസ്യൂം ചെയ്യണം നിർബന്ധമില്ല, അല്ലേ? നമുക്കറിയാം, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ സമയത്ത് അത് കൺസ്യൂം ചെയ്യണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ദീസ് ഗുഡ്സ് ഷുഡ് ബി കെപ്റ്റ് സംവെയർ ടിൽ ദ ടൈം ഇറ്റ് ഈസ് കൺസ്യൂംഡ് ബൈ ഓർ ഇറ്റ് ഈസ് നീഡഡ് ബൈ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എപ്പോഴാണ് ഇത് ആവശ്യമുള്ളത് അത്രയും സമയം ഈ ഗുഡ്സ് സൂക്ഷിക്കണം. അത് റോ മെറ്റീരിയൽസ് ആയാലും ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും ഏത് ഗുഡ്സ് ആയാലും നമ്മൾ അത് കീപ്പ് ചെയ്യണം. ഈ ഗുഡ്സിനെ സ്റ്റോറേജ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സേവനമാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. വെയർ ഹൗസിംഗ് പ്രൊവൈഡ്സ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഫോർ ദ ബിസിനസ്മാൻ. ദ പ്രൈസസ് ആർ മെയിൻറ്റെയിൻഡ് അറ്റ് റീസണബിൾ ലെവൽ ബൈ എൻഷുറിങ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. പ്രൈസസ് ആർ മെയിൻറ്റെയിൻഡ് അറ്റ് റീസണബിൾ ലെവൽ. ഇപ്പോൾ ഗുഡ്സിന് ഷോർട്ടേജ് വന്നാൽ അതിൻ്റെ പ്രൈസ് വർദ്ധിക്കും. ഓക്കെ, ഇനി ഗുഡ്സ് സപ്ലൈ അധികമായാലോ വില കുറയും. അപ്പോൾ പ്രൈസ് ഒരു റീസണബിൾ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വെയർ ഹൗസ് സഹായിക്കും. ദെൻ ബിസിനസ്മെൻ ആർ ഓൾസോ റിലീവ്ഡ് ഓഫ് ദി മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെൻറ്ററി. വെയർ ഹൗസിംഗ്, ആസ് ദെർ ആർ വെയർ ഹൗസിംഗ് സർവീസസ്, ബിസിനസ്മെൻ നീഡ് നോട്ട് മാനേജ് ദീസ് ഇൻവെൻറ്ററി. ഇങ്ങനെ വെയർ ഹൗസിൽ ഇവരുടെ ഫിനിഷ്ഡ് ഗുഡ്സോ റോ മെറ്റീരിയൽസോ ബിസിനസ്സുകാർ തന്നെ സൂക്ഷിക്കണമെന്നില്ല. മറ്റ് വെയർ ഹൗസിംഗ് സ്ഥാപനങ്ങളുണ്ട്, അവർ ബിസിനസ്സിന് വേണ്ടി ഒരു ഫീ വാങ്ങി ഗുഡ്സ് കീപ്പ് ചെയ്യും. സോ ബിസിനസ്മെൻ ആർ റിലീവ്ഡ് ഫ്രം ദി മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെൻറ്ററി. നെക്സ്റ്റ് ഈസ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് എന്തിനാണ്? നമ്മൾ ഇഷ്ടംപോലെ പരസ്യം കാണുന്നുണ്ട്, അല്ലേ? ദാറ്റ് ഈസ് സം അനോയൻസ് ടു അസ് ഓൾസോ. നമ്മൾ എന്തെങ്കിലും ടി വിയിൽ കാര്യമായ എന്തെങ്കിലും പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പരസ്യം ചാടി വരുന്നത്. അപ്പോൾ നമുക്കത് ഒരു ശല്യമായിട്ട് തോന്നും. അപ്പോൾ എന്തിനാണ് ഈ പരസ്യം ഇപ്പോൾ തരുന്നത്? നമുക്ക് ചില അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. നമുക്ക് താല്പര്യമുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾ തീർച്ചയായും മൊബൈൽ ഫോണുകളുടെ പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, സോ ദീസ് അഡ്വർടൈസിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ. നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു മീഡിയമാണ് അഡ്വർടൈസ്മെൻറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി അവൈലബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഇറ്റ് ഇൻഡ്യൂസസ് ദ കൺസ്യൂമേഴ്സ് ടു ബൈ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു കൺസ്യൂമറെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു സേവനമാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഓക്സിലറീസ് ടു ട്രേഡ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്സാണ്. എന്തിനായിരിക്കും ഒരു ബിസിനസ് നടത്തുന്നത്? എന്തിനാണ് ബിസിനസ് നടത്തുന്നത്? നമുക്കറിയാം, ബിസിനസ് നടത്തുമ്പോൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യണം. ഈ പ്രോഫിറ്റാണ് ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എനി ബിസിനസ് ഈസ് ടു ഏൺ എ പ്രോഫിറ്റ്. ബട്ട് ദിസ് ഈസ് നോട്ട് ദ ഓൺലി ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇത് മാത്രമല്ല ബിസിനസ്സിൻ്റെ ലക്ഷ്യം. ഈ പ്രോഫിറ്റിന് ബിസിനസ്സിലുള്ള റോൾ എന്താണ്? എന്തിനാണ് നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ പ്രോഫിറ്റിന് എന്ത് റോളാണ് ബിസിനസ്സിലുള്ളത്? ഒന്നാമത്, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ബിസിനസ് പേഴ്സൺസ്. ബിസിനസ് നടത്തുന്ന ആൾക്ക് ആരും ശമ്പളം കൊടുക്കുന്നില്ല. അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്താണ്? അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ, അവരുടെ ഇൻകം എന്താണ്? ആ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റാണ് ബിസിനസ് നടത്തുന്നയാളുടെ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ,
ഇതാണ് ഒന്നാമത്തെ റോൾ. രണ്ടാമത്തേത്, ഇറ്റ് ക്യാൻ ബി എ സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ മീറ്റിംഗ് എക്സ്പാൻഷൻ റിക്വയർമെൻറ്റ്സ് ഓഫ് ബിസിനസ്. ആ ബിസിനസ്സിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഭാവിയിൽ ബിസിനസ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഫണ്ട് എന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റാണ്. പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ചാൽ ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഫണ്ട് റേസ് ചെയ്യാൻ കഴിയും. ദെൻ തേർഡ് റോൾ ഈസ് ദാറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി എഫിഷ്യൻറ്റ് വർക്കിംഗ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം എത്രമാത്രം കാര്യക്ഷമമാണ് എന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ലോസ് മേക്കിംഗ് ആയ ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ് നമ്മൾ നല്ല ബിസിനസ്സാണ് എന്നൊരിക്കലും പറയില്ല. അതേസമയം ന്യായമായ ലാഭം നേടുന്ന ഒരു ബിസിനസ് ആണെങ്കിലോ അതൊരു നല്ല ബിസിനസ്സാണ്, അല്ലേ, ബെറ്റർ ബിസിനസ്. ഓക്കെ, സോ ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി എത്രമാത്രമുണ്ട്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി എഫിഷ്യൻറ്റ് വർക്കിംഗ് ഓഫ് ദി ബിസിനസ്. ആ ബിസിനസ്സിൻ്റെ കാര്യക്ഷമതയാണ് ഈ പ്രോഫിറ്റ് കാണിക്കുക. നാലാമത്തെ റോള്, ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ദ സൊസൈറ്റീസ് അപ്രൂവൽ ഓഫ് ദി യൂട്ടിലിറ്റി ഓഫ് ബിസിനസ്. സൊസൈറ്റിക്ക് ആ ബിസിനസ്സിനെ കൊണ്ട് ഉപകാരമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ പ്രോഫിറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഈ സൊസൈറ്റിക്ക് ഈ ബിസിനസ് ആവശ്യമില്ല എങ്കിൽ സൊസൈറ്റിയിലെ ആളുകൾ നമ്മളൊന്നും ആ കടയിൽ പോകില്ല. നമുക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യമില്ലെങ്കിൽ നമ്മൾ പോകില്ല. എന്തുകൊണ്ടാണ് നമ്മൾ പോകുന്നതും സാധനം വാങ്ങുന്നതും? നമുക്ക് അവരുടെ സേവനം ആവശ്യമുണ്ട്, അവർ വിൽക്കുന്ന ഉൽപ്പന്നം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഒരു അപ്രൂവലായിട്ട് അതിനെടുക്കാം. ഓക്കെ, യൂട്ടിലിറ്റി, ആ ബിസിനസ് നമുക്ക് ഉപകാരമുള്ള ഒരു സ്ഥാപനമാണ് എന്നതിൻ്റെ ഒരു അപ്രൂവലായിട്ട് ആ പ്രോഫിറ്റിനെ നമുക്ക് എടുക്കാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ബിൽഡ്സ് ദ റെപ്യൂട്ടേഷൻ ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സൽപ്പേര് എന്ന് പറയുന്നത് അത് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെ ആശ്രയിച്ചാണ്. ഓക്കെ, ദീസ് ആർ ദി റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ദി ബിസിനസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട്, പ്രോഫിറ്റ് മാത്രമല്ല ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ബിസിനസ്സിനെ ലോങ് ടേമിൽ സക്സസ്ഫുള്ളായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. സോ ബിസിനസ് നീഡ് സം അതർ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നമ്മളതിനെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എന്ന ഹെഡിലാണ് പഠിക്കുക. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്. അതിലൊന്നാമത്തേതാണ് മാർക്കറ്റ് സ്റ്റാൻഡിങ്. മാർക്കറ്റ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ദി പൊസിഷൻ ഓഫ് ദി ബിസിനസ് ഇൻ റിലേഷൻ ടു ദ കോമ്പറ്റീറ്റേഴ്സ്. ഒരു മാർക്കറ്റിൽ ഒരു ബിസിനസ് ഒരു പർട്ടിക്കുലർ ഉൽപ്പന്നം വിൽക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ പേന വാങ്ങുന്നത്, റോട്ടോമാക് പേനയുണ്ട്, റെയ്നോൾഡ്സ് പെന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കമ്പനി മാത്രമല്ല, ധാരാളം കമ്പനികൾ പേന വിൽക്കുന്നുണ്ട്. അതിൽ റെയ്നോൾഡ്സിൻ്റെ എത്ര ശതമാനം ഷെയറുകളാണ്, എത്ര ശതമാനം പേനയാണ് മാർക്കറ്റിലുള്ളത്, അതാണ് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദ പൊസിഷൻ ഓഫ് എ ഫേം ഇൻ റിലേഷൻ ടു ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ഈസ് കോൾഡ് മാർക്കറ്റ് സ്റ്റാൻഡിങ്. ഈ മാർക്കറ്റ് സ്റ്റാൻഡിങ് എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ഓക്കെ, രണ്ടാമത്തേത് ഇന്നൊവേഷൻ. ഇന്നൊവേഷൻ മീൻസ് ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ. പുതിയതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതൊരു പുതിയ ഉൽപ്പന്നമാണ്. രണ്ട് തരത്തിലുള്ള ഇന്നൊവേഷൻസ് ഉണ്ട്. ഇന്നൊവേഷൻ ഇൻ പ്രൊഡക്റ്റ്, പുതിയൊരു ഉൽപ്പന്നമാകാം, പുതിയൊരു ഉൽപ്പന്നം അല്ലെങ്കിൽ പുതിയൊരു സേവനം അതാകാം. അതല്ലെങ്കിൽ ന്യൂ മെത്തേഡ് ഓഫ് സെല്ലിംഗ് ദി എക്സിസ്റ്റിംഗ് ഓർ മാർക്കറ്റിംഗ് ദി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ഒരു ഉൽപ്പന്നം വിൽക്കാനുള്ള പുതിയ മെത്തേഡ്സ്, തന്ത്രങ്ങൾ, അതും ഇന്നൊവേഷനാണ്. അപ്പോൾ എന്തെങ്കിലും ഇന്നൊവേറ്റ് ചെയ്യുക എന്നുള്ളത്, പുതിയതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്താലേ കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ബിസിനസ്സിൻ്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സിൽ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ. എന്തെങ്കിലും പുതിയതായിട്ട് ബിസിനസ്സിന് എപ്പോഴും ഉണ്ടാകും. മൂന്നാമത്തേത് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി മറ്റു തരത്തിൽ പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിയാണ്. വിത്ത് അവൈലബിൾ റിസോഴ്സസ് ബിസിനസ് നീഡ് ടു ഏൺ മാക്സിമം യൂട്ടിലൈസേഷൻ. They have to utilize the available resources more efficiently. ഓക്കെ, ഒരു അവൈലബിളായ റിസോഴ്സ് അത് പരമാവധി അതിൽ നിന്ന് ബെനഫിറ്റ് റീപ്പ് ചെയ്യണം.
അപ്പോൾ അതിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ്സിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻക്രീസ് ദി എഫിഷ്യൻസി ഓഫ് ദി ബിസിനസ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് ഈസ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ബിസിനസ്സിന് ധാരാളം ഫിസിക്കൽ റിസോഴ്സസ് ആവശ്യമാണ്. എന്തൊക്കെ ഫിസിക്കൽ റിസോഴ്സ് വേണം? ലാൻഡ് വേണം, ബിൽഡിങ്സ് വേണം, പ്ലാന്റ് ആൻഡ് മെഷീനറീസ്, ഫർണിച്ചേഴ്സ്, ഇങ്ങനെ ധാരാളം ഫിസിക്കൽ റിസോഴ്സസ് വേണം. മറ്റൊന്ന് ഫിനാൻഷ്യൽ റിസോഴ്സ് വേണം, ക്യാപിറ്റൽ റേസ് ചെയ്യണം, ലോൺ ആണെങ്കിൽ ലോൺ എടുക്കണം. അപ്പോൾ ഇത്തരം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് വളരെ ജുഡീഷ്യസ് ആയ ഒരു ഡിസിഷൻ ആയിരിക്കണം. കാരണം ഇതൊക്കെ ലോങ് ടേമിൽ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് they have to get the best resources at reasonable price and they have to raise finance also, required finance. അത് അധികമാകാൻ പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല, ആവശ്യത്തിന് ഫിനാൻസ് റേസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ അനദർ ഒബ്ജക്റ്റീവ് ഓഫ് ദി ബിസിനസ്. നെക്സ്റ്റ്, ഏണിംഗ് പ്രോഫിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. റീസണബിളായ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യണം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്താണ് പ്രോഫിറ്റ് എന്ന് പറയുക. ഏണിംഗ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, സോ ഏണിംഗ് എ റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ്. നെക്സ്റ്റ്, മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. മാനേജേഴ്സിൻ്റെ പെർഫോമൻസ്, അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ചില മോട്ടിവേഷൻസ്, റിവാർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ദിസ് ഈസ് ഓൾസോ അനദർ ഒബ്ജക്റ്റീവ് ഓഫ് ദി ബിസിനസ്. ദെൻ നെക്സ്റ്റ്, വർക്കർ പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. വർക്കറുടെ, ബിസിനസ്സിൻ്റെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ്, അതുപോലെ അവർക്ക് ബിസിനസ്സിനെ കുറിച്ചുള്ളൊരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതും ബിസിനസ്സിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ബിസിനസ് നിലനിൽക്കുന്ന സൊസൈറ്റി, ആ സൊസൈറ്റിയിൽ ബിസിനസ്സിന് ചില ഉത്തരവാദിത്വങ്ങൾ ആ സൊസൈറ്റിയോടുണ്ട്. ഈ സൊസൈറ്റിയോടുള്ള ഉത്തരവാദിത്വങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ ഓൺലി ദീസ് ബിസിനസ്സസ് ക്യാൻ എക്സിസ്റ്റ് ഇൻ ദി സൊസൈറ്റി ഫോർ ലോങ് ടൈം. അപ്പോൾ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ഒന്നുകൂടി ആ പോയിൻറ്റ്സ് മാത്രം പറയാം. 1, മാർക്കറ്റ് സ്റ്റാൻഡിങ്. 2, ഇന്നോവേഷൻ. 3, പ്രൊഡക്ടിവിറ്റി. 4, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. 5, ഏണിംഗ് എ പ്രോഫിറ്റ്. ദെൻ 6, മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. 6, വർക്കർ പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ആൻഡ് ദി ലാസ്റ്റ് വൺ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ ഡിയർ ചിൽഡ്രൻ, ഒന്നുകൂടി നിങ്ങൾ ഈ പാഠം നോട്ട് എഴുതി ഒന്ന് ശ്രദ്ധാപൂർവം വായിച്ച് നോക്കുക. ഓക്കെ, നിങ്ങളുടെ നോട്ട്സ് അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയച്ചു തരണം എന്നുകൂടി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് ദിസ് ക്ലാസ്.